8:18 നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? മതി, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുമ്പോൾ ഈ വചനം സംസാരിക്കുവാൻ കൃപയാൽ നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞങ്ങൾ ശാസിക്കുന്നു, ഭർസിച്ച് മാറ്റുന്നു. അവിടുത്തെ രക്തത്താൽ കഴിച്ചു തീരുന്ന വിക്കനായ മോശയുടെ നാവോടുകൂടി ദൈവം അടിയങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ആദ്യം മുതൽ അവസാനം അധ്യക്ഷനായിരിക്കണം. വചനത്തിൻ്റെ മർമ്മങ്ങൾ ആഴങ്ങളിൽ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരേണ്ടവർ, യാത്ര ചെയ്യുന്നവർ സകലവരെയും എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ കേൾക്കുന്ന മീഡിയ ചാനലിലൂടെയും മന്ന TV-യിലൂടെയും യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന സകലവർക്കും ഇത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുവാനും അത്ഭുതം നടക്കുവാനും സ്വർഗം അവരുടെ ജീവിതത്തിൽ വൻ കാര്യം ചെയ്യുവാൻ ദൈവയുടെ വർത്തനമേ. വചനം ഏതാത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് പ്രസംഗിപ്പാൻ അടിയനെ ഉപയോഗിക്കണം. അടിയനെ താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൽ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ വിഷയത്തിന് മറുപടി ആവണം. ഞങ്ങൾ അകത്തിരുന്ന് ആരാധിക്കുമ്പോൾ പുറത്ത് അത്ഭുതങ്ങൾ സംഭവിക്കണം. ഞങ്ങളുടെ ചുറ്റും കാമ്പൗണ്ടും പരിസരമെല്ലാം ദൂതന്മാർ കരുതണം. ഞങ്ങളുടെ പാരിഷ്കാളിന് ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആലയത്തെ ചുറ്റും ദൂതന്മാരെ കൊണ്ട് കാവലി ചെയ്യണം. ഇതിനകത്ത് ദൈവ സാന്നിധ്യം ദൂതന്മാരെ കാവലി ചെയ്യണം. സകലതും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവം അധ്യക്ഷനായിരിക്കണം. ആരും ഇതിനകത്ത് അസമാധാനത്തോടെ ഇരിക്കാതെ മനസ്സ് ഫ്രീയോടെ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടെ ആയിരിക്കാൻ സ്വർഗ സഹായിക്കുന്നതിനായി സ്തോത്രം. സകലതും താഴ്ത്തുന്നു, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. യേശു ക്രിസ്തു നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ആത്മഭാരത്തോടെ ഇരിക്കുമെങ്കിൽ ദൈവാത്മാവ് ഇടപെടും. നമ്മുടെ എത്രത്തോളം ഒരുക്കമാണ് നമ്മൾ ഒരുങ്ങുന്നത് അതനുസരിച്ച് ഒരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ വിഷയത്തിന് മറുപടി തരുന്ന ആരാണ്? യേശുവാണ്. അല്ല, നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തിയല്ല, നമ്മുടെ ബന്ധുക്കളോ ചേർച്ചക്കാരല്ല, കർത്താവായ യേശുവാണ്. ആ ഒരു ആത്മഭാരത്തോടെ ആയിരിക്കാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ വായിച്ചത് ഹൃദയം. എന്നാൽ തിരുവചനം പറയുന്നുണ്ട്, ഇവർ വഴിയിൽ വെച്ച് നശിച്ചു പോകും, വഴിയിൽ വീണു പോകും. ഇവർ വഴിയിൽ വീണു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും പറയും, യേശുവിൻ്റെ അടുക്ക പോയിട്ട് വഴിയിൽ വീണുപോയി, അവർ നശിച്ചു പോയി, അയ്യോ ഇവർക്ക് എന്തോ സംഭവിച്ചു, യേശുവിൻ്റെ അടുക്കൽ ആരും പോവല്ല് എന്ന് വിലക്കും. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ പോയി സമൂഹം പറയും, യേശുവിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇവർ തളർന്നു പോയത്, ഇവൻ്റെ വീട്ടിൽ ദാരിദ്ര്യമായത്, പട്ടിണിയായത്. ഹല്ലേലൂയ. ഇല്ല ദൈവമക്കളെ, ഇന്ന് പലർക്ക് അതിന് ഇടം കൊടുക്കത്തില്ല. നീ യേശുവിനെ അറിഞ്ഞാൽ നിന്റെ കുടുംബം ഒരിക്കലും വഴിയിൽ നശിക്കത്തില്ല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞെന്നും പറഞ്ഞ് നശിക്കുവോ? ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാത്തവരാ. ഉള്ളവരും ചിലർ മനസ്സലിവാറില്ല, ചില വീട്ടുകാരൊന്നും മനസ്സലിയാറില്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു മനസ്സലിവ് തോന്നണം. മറ്റുള്ളവർ നിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ അവരോടൊന്ന് മനസ്സലിയണം. ഹല്ലേലൂയ. ദൈവത്തിനൊരു മനസ്സലിവ് ഇന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മറുപടി വരാൻ പോവുകയാണ്. അന്നത്തിനൊരു വിടുതൽ വരികയാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ഇന്ന് പറയും, നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? അനുഗ്രഹമാണ്. പലരും പറയും ഞങ്ങൾ ഒരു പിടി ആഹാരത്തിന് വേണ്ടിയാണ്, അല്ലേ പറയും ഞങ്ങൾ ഒരു ചാണ് വയറ്റിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നിന്റെ അളവുകളെ തിരിച്ചറിയുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നതാ. ഇന്നൊരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. അവര് ചിലർ ദൂരത്തുനിന്നല്ലോ വന്നത്, അതിനവന്റെ ശിഷ്യന്മാർ അവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും
എന്ന് ഉത്തരം പറഞ്ഞു. ഇവര് തളർന്നു വീഴാൻ കാരണം ഇവര് വിശന്നു. 3 ദിവസം ഇരുന്നപ്പോ വിശപ്പ് വന്നില്ല. പക്ഷെ വചനം കഴിഞ്ഞു, പ്രസംഗം കഴിഞ്ഞു, കർത്താവിന്റെ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ ഒരു വിശപ്പ് വന്നപ്പോ ഇവിടെ ചോദിക്കുന്നു, ഒരു തളർച്ച കാണിക്കുന്നുണ്ട്. ഈ മരുഭൂമിയിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം മരുഭൂമിയാണ്. നമ്മുടെ ജീവിതം മരുഭൂമിയായിരിക്കും. നമ്മുടെ ജീവിതം എന്ന യാത്ര മരുഭൂമിയായിരിക്കും. ഈ മരുഭൂമിയിൽ നമ്മൾ എവിടെ നിന്ന് കുടിക്കും, എവിടെ നിന്ന് ഭക്ഷിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമിയിലേക്ക് നോക്കുമ്പോൾ 2 മക്കളെയും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഹാഗർ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്, തളർന്നു കിടക്കുകയാണ്. കുഞ്ഞിന്റെ തളർച്ച കണ്ട് മരുഭൂമിയിൽ സഹിക്കാൻ പറ്റാതെ മാറ്റി കിടത്തിയിരിക്കുക. ഒരു അമ്പമ്പാട് ദൂരത്തെ മാറ്റി കിടത്തിയിരിക്കുക. കുഞ്ഞ് നിലവിളിക്കുക മരുഭൂമിയിൽ. ഇതാ നീ നിൽക്കുന്ന മരുഭൂമിയാ. പക്ഷെ നീ മരുഭൂമി നിൽക്കുമ്പോ മരുഭൂമിക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു യേശു ഉണ്ട്. മറക്കരുത്, നീ മരുഭൂമിയാണെങ്കിൽ മരുഭൂമിക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു യേശു ഉണ്ട്. ഞാൻ പറയാം, നീ ഒറ്റയ്ക്കല്ല. ചിലപ്പോ എല്ലാരും പറയും ഒറ്റയ്ക്കാണെന്ന്. ഒരു വേദനയുടെ നടുവിൽ സഹിക്കുവാൻ, ഒരു വേദനയുടെ നടുവില് ചിലപ്പോ സഹിക്കാൻ പറയും ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ഇല്ല, നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു യേശു ഉണ്ട്. നീ തളരേണ്ട സമയത്ത്, തളർന്നു പോകുന്ന സമയം തോന്നുമ്പോ നിന്റെ ഈ മരുഭൂമി എന്ന ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ദൈവ പൈതലേ, നിന്റെ ജീവിതം മരുഭൂമിയുടെ ജീവിതമായാലും എൻ്റെ യേശു ഇട്ടിട്ട് പോകത്തില്ല. നിനക്കൊരു കഷ്ടകാലം വന്നാൽ, സമൃദ്ധി വരുമ്പോ അടുത്ത് വന്നിട്ടും കഷ്ടകാലം വരുമ്പോൾ ഇട്ടിട്ട് പോണ ദൈവമല്ല, അത് വേറെ ദൈവങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു നല്ല കാലം വരുമ്പോ ഹല്ലേലൂയ സ്തോത്രമെന്നും, ഒരു കഷ്ടത വരുമ്പോ ദൈവം മാറിയെന്ന് ദൈവത്തിനായിട്ട് പറയുന്നതല്ല. കഷ്ടകാലം വന്നാലും നല്ല കാലം വന്നാലും ദൈവം നിന്റെ അടുക്കലുണ്ട്. നീ ഒരു അത്ഭുതത്തിന് വേണ്ടി കാണണം, ഒരു അത്ഭുതത്തിന് വേണ്ടി കണ്ടു കൊതിക്കണം. നീ മരുഭൂമിയിലൂടെയാണ് പോകുന്നത്. ആ മരുഭൂമിക്കകത്ത് ആ സാന്നിധ്യം നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്ന്. ഇന്ന് സഹോദരിമാർ ഒറ്റയ്ക്കാണ് കുടുംബങ്ങൾ നോക്കുന്നത്, സഹോദരന്മാർ ഒറ്റയ്ക്കാണ് കുടുംബം നോക്കുന്നത്. ചിലപ്പോൾ വിചാരിക്കും എന്നെ സഹായിക്കുവാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല, എൻ്റെ അടുത്ത് ആരുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിനക്കൊരു തളർച്ച വന്നാൽ, ഒരു ക്ഷീണം വന്നാൽ അപ്പന്റെ പൊന്ന് കരം കൊണ്ട് നീട്ടി നിന്നെ താങ്ങി പിടിക്കുന്ന ആ കരത്തെ ഒന്ന് കാണ്, ആ യേശുവിന്റെ മുഖത്തെ ഒന്ന് കാണ്. നിങ്ങൾക്ക് വേണ്ടി ആത്മമണ്ഡലം തുറക്കുക, സ്വർഗത്തിലെ ദൈവം തുറക്കുക. ഞാൻ എങ്ങോട്ട് പോട്ട് ദൈവമേ, ഞാൻ ആരെന്നെ പിടിച്ചണയ്ക്കും, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് പേർ ഇന്ന് ലോകത്തിന്റെ കോണുകളിലുണ്ട് ഒറ്റയ്ക്ക്. ഇവിടെ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുണ്ട്. നിങ്ങൾ മരുഭൂമിയാണ്. ആമേ ഹല്ലേലൂയ. ആരും സഹായമില്ലാതെ ഭാരപ്പെടുമ്പോ സഹായത്തിന്റെ കരമായി നിന്നെ ഞാൻ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കാം, നിന്നെ ഞാൻ മാനിക്കാം, ഞാൻ നിന്നെ സ്നേഹിക്കാം. പക്ഷെ നീ ദൈവത്തെ സ്നേഹിച്ചാൽ, യേശുവിനെ സ്നേഹിച്ചാൽ, നിന്റെ ഹൃദയത്തെ യേശുവിന് കൊടുത്താൽ അവൻ നിന്നെ സ്നേഹിക്കും. യേശുവിനെ സ്നേഹിക്കണം. എങ്ങനെയായിരിക്കണം? യേശുവിനെ സ്നേഹിച്ച് ചില പശു പ്രസവിക്കുമ്പോൾ കന്നുകുട്ടികളെ കണ്ടിട്ടുണ്ടില്ലേ, നക്കി തുടച്ച് അവിടെ ഇട്ട് സ്നേഹിച്ച് അങ്ങോട്ടും നക്ക് ഇങ്ങോട്ടും നക്ക്, അതിനും എവിടെ നിന്നില്ല, സ്നേഹിച്ച് കൊല്ലുന്ന കണ്ടിട്ടുണ്ടോ? എടാ, നായ്ക്കും മൃഗങ്ങൾക്കുള്ള സ്നേഹം പോലും നമുക്കില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ അങ്ങോട്ട് സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് മുഴങ്കാൽ മടക്കിക്കൊണ്ട് പറ, എന്റെ അപ്പ ഒന്ന് ചേർത്ത്, ഈ ബൈബിളെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടി. എന്റെ യേശുവിനെ, ഇതാ എന്റെ യേശുവിനൊന്നങ്ങ് ചേർത്ത് പിടി. ഈ 2 കൈ കരത്തിനകത്ത് വെച്ച് നീ ചേർത്ത് പിടിക്കുമ്പോ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു ഉണ്ട്. അതാ സ്നേഹിച്ച് ആമേ ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തെ പൂർണ്ണമായി നീ ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ടാ
വഴിയിൽ വീണു പോകാത്തത്. വഴിയിൽ വീണു പോകാത്ത കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നീ വഴിയിൽ വീഴാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് എത്രയോ ഒരു തളർന്നു കിടക്കുന്നുണ്ട് ദൈവ പൈതലേ. എത്രയോ ഒരു തളർന്നു കിടക്കുന്നുണ്ട്. ആമേ, നീ തളർന്നു പോകുമെന്നത് നീ വീഴുന്നുമ്പേ, നിനക്കൊരു തളർച്ച വരുന്നുമ്പേ, നിനക്കൊരു വീഴ്ച വരുന്നുമ്പേ, അതിനു മുമ്പേ ദൈവം തിരിച്ചറിയുകയാണ്. ആമേ. ഹല്ലേലൂയ. നീ എവിടെ നിന്ന് വരുന്നുണ്ട്? നിങ്ങളുടെ സകല ഡീറ്റെയിൽസും ആരുടെ പക്കലുണ്ട്? യേശുവിന്റെ പക്കലുണ്ട്. നിങ്ങൾ ഇന്ന് യാത്ര ഇവിടെ ചെയ്ത് വന്നത്, നിങ്ങൾ അടുത്ത് കടം മറിച്ചാണോ വന്നത്? നിങ്ങൾക്ക് വരാൻ ബസ് ഫെയർ ഇല്ലായിരുന്നു? നിങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് വായ്പ വാങ്ങിയാണോ കൊണ്ടുവന്നത്? ഒരു സ്തോത്രക്കാശ് ഇടാൻ പൈസ ഇല്ല. എല്ലാവരും വലിയ നോട്ടിടുമ്പോ ചിലപ്പോൾ നിന്റെ കയ്യിൽ 5 രൂപ 10 രൂപ ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെ ഉള്ളവരുടെ കാണുകയാണ്, കർത്താവേ എനിക്ക് മാത്രം ഒന്നും വലുത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് വരാൻ ബസ്സിനുള്ള പൈസ അടുത്ത് വായ്പ വാങ്ങിച്ചുകൊണ്ടാണല്ലോ വന്നത്. ദൈവം കാണുന്നുണ്ട്. നീ വായ്പ വാങ്ങിയ ദൈവം കാണുന്നുണ്ട്. അതാ ഒരു മനസ്സലിവ് നിന്റെ മേൽ വരുന്നത്. നിനക്കുള്ള ആത്മഭാരത്തെ ദൈവം അത് വിജയത്തിന്റെ ഉയർച്ചയാക്കി മാറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തളർച്ച വരല്ല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ആത്മഭാരത്തെ ദൈവം എന്താക്കി മാറ്റുന്നുണ്ട്? വിജയമാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, ഈ മരുഭൂമിയിൽ അപ്പം എവിടെ? മനുഷ്യന്റെ കണ്ണുകൊണ്ട് നോക്കും, യേശു ഉണ്ട്. യേശുവിന്റെ കൂടെ പുരുഷാരവം 4000 പുരുഷന്മാരുണ്ട്. ആമേ. ഹല്ലേലൂയ. ഇവിടെ അപ്പമില്ല, പക്ഷേ മരുഭൂമിക്കകത്ത് വെള്ളമില്ല, അപ്പമില്ല, പക്ഷെ സകലത്തെ ഉണ്ടാക്കിയവൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ സകലത്തിന്റെ അധികാരമുള്ളവൻ നിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം ഒന്ന് കണ്ട് ആരാധിക്കുക. യേശുവിന്റെ മഹത്വം കൊണ്ട് ആരാധിക്കണം. യേശു പറയുന്നു, യേശുവിന്റെ അടുത്ത് പറയാ, ഇവിടെ മരുഭൂമി ശിഷ്യന്മാര് പറയാ ഇവിടെ അപ്പമില്ല. യേശുവിന്റെ മുഖത്ത് നോക്കിയാ പറയുന്നത് ഇവിടെ അപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. മരുഭൂമി അപ്പം കൊടുത്ത് ഇവരെ തൃപ്തിപ്പെടുത്തുവാൻ എങ്ങനെ കഴിയും? ഞങ്ങൾക്ക് ശിഷ്യന്മാര് പറയാ, ഞങ്ങൾക്ക് ഈ പുരുഷന്മാർക്ക് 4000 പുരുഷന്മാർക്ക് അപ്പം കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? അപ്പൊ യേശു മനസ്സിൽ പറഞ്ഞൊരു കാര്യം പറയാ, നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റത്തില്ലെന്നറിയാം. യേശുവിന്റെ മനസ്സിനകത്ത് പറഞ്ഞതാ, ശിഷ്യന്മാരെ നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് തന്നാ നിങ്ങൾ വിളമ്പും. നാമേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഞാൻ തന്നാൽ വർദ്ധിച്ച് ഞങ്ങൾ വിളമ്പാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾക്കിവിടെ അപ്പമില്ല, തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതാ പറഞ്ഞ, മനുഷ്യൻ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. ശിഷ്യന്മാർക്ക് നിന്നെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റൂല. നിന്റെ ഭർത്താവ് നിന്നെ ഒരിക്കലും തൃപ്തിപ്പെടുത്തത്തില്ല കേട്ടോ. ഭർത്താവ് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. തിരിച്ച് അങ്ങോട്ടും പറയാം. പക്ഷെ ഇന്ന് തൃപ്തിപ്പെടണമെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരണം. ഇന്നൊരു ഭാര്യയ്ക്ക് തൃപ്തിപ്പെടണമെങ്കിൽ ഭർത്താവിനെ തൃപ്തിപ്പെടാൻ ഒരിക്കലും പറ്റത്തില്ല. ഭാര്യയ്ക്ക് തൃപ്തിപ്പെടണമെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അതുപോലെ മക്കൾക്ക് അപ്പനമ്മേന്ന് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റുന്നില്ല. പക്ഷെ ദൈവം തരാൻ പോകുന്നത് കിലോ കണക്കിനാ, കവർ കണക്കിനാ. അമ്മ വാങ്ങിച്ചെന്നാ ചെറിയൊരു കുഞ്ഞ് ഐസ്ക്രീം, അല്ലെ ഒരു കുഞ്ഞു മുട്ടായി, അല്ലെ ഒരു കുഞ്ഞു ചോക്ലേറ്റ്. പക്ഷെ അപ്പം തരുന്നത് ലോഡ് കണക്കിനാ, കണ്ടെയ്നർ വഴിയാ നിനക്ക് വേണ്ടി ഇറക്കുന്നത്. കരമടിച്ച് പ്രാപിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കാർക്കും തൃപ്തിപ്പെടുത്താൻ പറ്റൂല. എന്റെ കുടുംബത്തെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റൂല. എന്റെ കൂടെ ഇരിക്കുന്ന പ്രവർത്തിക്കുന്ന തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. ഇവിടെ മരുഭൂമിയിൽ പറഞ്ഞു, ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് മനുഷ്യർക്കാർക്കും, ഈ കാണുന്ന ലോകത്തിലെ സകല മനുഷ്യർക്കും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം എന്താണ്? സകലത്തിന്റെ മേൽ ഉണ്ടാക്കിയവൻ, സകലത്തിന്റെ മേൽ നിറയ്ക്കുന്നവൻ, സകലത്തിന്റെ മേൽ വർദ്ധിപ്പിക്കുന്നവൻ ആ ഒരുവനാണ്. അത് കർത്താവ് യേശുവാണ്.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു ഡ്രസ്സ് നിങ്ങളുടെ ഭർത്താവ് എടുത്ത് തരുകയാണ്. അപ്പോഴാണ് പറയുന്നത് അങ്ങനെ കള്ളു കുടിക്കാൻ പൈസ കാണില്ല, പിന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ല, നല്ല ഭർത്താവ് ഒരു സാരി എടുത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഒരു 3 ദിവസം കഴിയുമ്പോൾ റോട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ കണ്ണാടിക്കൂട്ടിനകത്ത് ഇതിനെക്കാട്ടി ബെസ്റ്റ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വാങ്ങിച്ചു കൊടുത്ത 5000-ൻ്റെതാ, അവിടെ കിടന്ന 1500-നാ. വീട്ടിൽ വന്നപ്പോൾ ചായര മധുരം മാറി, രാവിലത്തെ കാപ്പിയുടെ ടൈം മാറി. എന്താ കാര്യങ്ങളൊക്കെ തെറ്റുന്നുണ്ടല്ലോ, എന്താ കാര്യം പറയടി. ഞാൻ പറഞ്ഞ വഴക്ക് പറയോ? ഇല്ല, പറയൂല. നീ പറ. എന്നെ വഴക്ക് പറയൂലേ? ഇല്ല പൊന്നാര മുത്തേ, നിന്നെ വഴക്ക് പറയില്ല. ചേട്ടനോട് പറ, ചക്കര പറ. നിങ്ങൾ കയ്യിലടിച്ച് സത്യം ചെയ്ത് ഞാൻ പറയാം. അങ്ങനെ സ്നേഹമുള്ള ഭാര്യ ഭർത്താവിൻ്റെ കയ്യത്തോട്ട്, അല്ലെങ്കിൽ തരുമോ ഭർത്താവിൻ്റെ അവസ്ഥ, എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. ആ കണ്ണാടിക്കൂട്ടിലാണ് മനസ്സിരിക്കണത്. കണ്ണാടിക്കകത്ത് മനസ്സ് വന്നപ്പോൾ ഇപ്പം ഭർത്താവിൻ്റെ മനസ്സില്ല. സമയം, കാപ്പിയുടെ സമയം മാറി, ഊണിൻ്റെ ടൈം മാറി, എല്ലാം മാറി. ഉറക്കം വരെ സമയം തെറ്റി. കയ്യിലടിച്ച് സത്യം ചെയ്തിട്ട് പറയുക, നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ഒരു കടയില്ലേ, അവിടുത്തെ കട, അവിടെ എന്ത് പറ്റി? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? തീ പിടിച്ചോ? തീയൊന്നും പിടിച്ചില്ല, ഫയർ ഫോഴ്സൊന്നും വിളിച്ചില്ല. ഞാൻ പോയപ്പോൾ എൻ്റെ കണ്ണിൽ ഒരു നല്ലൊരു അടിക്കല്, ഞാൻ ദൂരെ നിൽക്കാം. പറ. ഒരു ഒറ്റ സ്റ്റെപ്പിലൊന്നും പറയൂല, ഒറ്റ സ്റ്റെപ്പിലൊന്നും. അത് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണം, എങ്ങനെയെങ്കിലും കൈക്കലാക്കാനുള്ള സൂത്രമാണ്. പറഞ്ഞ് അതിനെ തണുപ്പിക്കണം. തണുപ്പിച്ച് ഐസ് പോലെ ആക്കണം. ഇത് പറഞ്ഞ് അരമണിക്കൂറെങ്കിലും എടുക്കും പറഞ്ഞെടുക്കാൻ. ഇതെല്ലാം ഒപ്പിച്ച് ഇത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, പൈസ വരട്ടെ. ചിലപ്പോൾ പിറ്റേന്നായിരിക്കും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണത്. അന്ന് പിന്നെ 2 ഐറ്റം കറി കൂടുമല്ലേ, കറിയുടെ ടേസ്റ്റ് കൂടി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പഴയതുപോലെ ആളായി. കുളിക്കുന്നില്ല, തിന്നുന്നില്ല. എന്താ വിഷമം? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പപ്പയ്ക്കൊന്നും കുഴപ്പമില്ല, എല്ലാം സന്തോഷമായിരിക്കുന്നു. നിനക്ക് എന്താണ് വിഷമം? പറയുമെന്ന്. എന്നെ കൊല്ലല്ലേ, ഞാൻ പറയാം. എനിക്ക് ഈ സാരി പോരാ, ഇത് വെള്ള പോരാ, അവിടെ ഒരു മജന്ത കളറിൽ ഈ സിൽക്ക് പോലെ ഇങ്ങനെ വര കുറി പോലെ കിടക്കുന്നില്ലേ, എനിക്ക് അതാണ് ഇഷ്ടം. 1 ആയി, 2 ആയി, 3 ആയി. അവർക്ക് വീണ്ടും വാങ്ങിച്ചു കൊടുക്കും. ദൈവമക്കൾ, ഒരു ദിവസം ഉടുത്തിട്ട് എത്രയോ പേർ പെട്ടിക്കണക്കിന് അലമാരയ്ക്കകത്ത് പൂഴ്ത്തി വെച്ചിട്ടുള്ളത് അറിയാമോ? ഇന്ന് വലിയവന്റെ വീട്ടിൽ, ചെറിയവന്റെ വീട്ടിലും അവർ കടഭാര ലക്ഷങ്ങളുണ്ടെങ്കിലും ഡ്രസ്സ് ലോഡ് കണക്കുണ്ട്. 5 ലക്ഷം കടം ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ സാരി അവർ വിട്ടിയുണ്ട്. ഒരു ദിവസം പോലും ഉപയോഗിക്കത്തില്ല. വീണ്ടും കണ്ണ് മാടി ഈ കാര്യം പറയുമ്പോൾ എല്ലാ കാര്യത്തിലും പൊതുവെ മനുഷ്യന് ഒരിക്കലും തൃപ്തിപ്പെടാൻ കഴിയത്തില്ല. ലോകം അങ്ങനെയായിരിക്കുന്നത്. നിങ്ങളുടെ കുഴപ്പമല്ല. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. പക്ഷെ നീ യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് വാ. ഇന്ന് നീ സകലതും വിട്ട് നമ്മൾ പൗതിയത്തിൽ ഓടുമ്പോൾ ഓണത്തിന് കൊയ്യാ ഒരു ഡ്രസ്സ് അല്ലേ, അടുത്ത ഓണം ആവണം അടുത്ത ഡ്രസ്സ് കിട്ടാൻ. ഇന്ന് ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ, ഇന്ന് ഓണം അനുസരിച്ചാണോ? ഇന്ന് നമുക്ക് തൃപ്തിപ്പെടാത്ത സമയത്ത് അങ്ങുമിഞ്ഞ് എത്താത്തതിനെ തുന്നിപ്പിടിച്ച് കെട്ടിപ്പൂട്ടി നമ്മൾ ഇട്ടുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നുണ്ട്, ദൈവത്തെ അറിഞ്ഞു, ദൈവത്തെ ടേസ്റ്റ് ചെയ്തു, രുചിച്ചറിഞ്ഞപ്പോ ഏത് ഡ്രസ് എടുക്കണമെന്ന് ഒരു കൺഫ്യൂഷന് അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ അതാണ്
ദൈവത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. ഇന്ന് നമ്മുടെ കണ്ണുകൾ പകയ്ക്കുന്നുണ്ടെങ്കിൽ, അനുഗ്രഹത്തിന്റെ കണ്ണുകൾ പകയ്ക്കുന്നുണ്ടെങ്കിൽ, ദൈവമാണ് നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത്, മനുഷ്യനല്ല. ഇന്ന് മനുഷ്യനല്ല, ദൈവമാ. അതാ ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങൾക്ക് പറ്റത്തില്ല. നിനക്കൊരു അനുഗ്രഹം വേണോ? നിനക്കൊരു നന്മ വേണോ? നീ യേശുവിന്റെ അടുക്കലേക്ക് വരണം. നിങ്ങൾ മനുഷ്യന്റെ പിറകെ പോകരുത്. നിങ്ങൾ ഒരു മനുഷ്യന്റെ പിറകെ പോകരുത്. നിങ്ങളുടെ മേൽ വന്ന അനുഗ്രഹം കൂടും. ഞാൻ നിസ്സാര വസ്ത്രമാണ് എല്ലാവരും ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഏറ്റവും കൂടുതൽ പണ്ട് സ്ത്രീകൾക്ക് വിറവായിരുന്നു. വിറവ് ഗ്യാസ് വരുന്ന മുമ്പേ 2 ചുള്ളി പറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ. അമ്മച്ചിമാരിക്കൊക്കെ 2 ചുള്ളി പറക്കി കൊടുത്ത വിറവെന്ന് പറഞ്ഞ സ്ത്രീകൾ ഭയങ്കര ഒരിതാണ്. അപ്പോൾ ഇന്ന് അത് മാറി, ഇന്ന് സ്ഥിതി മാറി. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രസ്സിലൊക്കെ ഭയങ്കര ഇതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിലെടുത്തത്. ഇത് പറയുമ്പോൾ ഒന്നല്ല, പല കാര്യങ്ങളും. ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും, ഒന്നിലല്ല പല കാര്യത്തിലും തൃപ്തിപ്പെടുന്നില്ല. ഇന്ന് നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ശ്രമിച്ചാലും ഞാൻ ശ്രമിച്ചാലും പറ്റത്തില്ല. നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പറ്റത്തില്ല. പക്ഷെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഇന്ന് ഞാൻ തൃപ്തിപ്പെടണമെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരണം. ഇന്നൊരു പാസ്റ്റർ തൃപ്തിപ്പെടണമെങ്കിൽ അനുഗ്രഹം നമുക്ക് തൃപ്തിപ്പെടാതെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് സറണ്ടർ ആക്ക്, ഒന്ന് താഴ്ത്തിക്കൊട്. എന്നിട്ട് പറ, എന്നെ ഒന്ന് പണിയണമേ എന്ന് പറഞ്ഞ് നീ രൂപാന്തരം പ്രാപിച്ച് നിന്നെ തന്നെ കഴുകി, നിന്നെ തന്നെ ശുദ്ധീകരിച്ച്, നിന്നെ തന്നെ ദൈവകരങ്ങൾ കൊട്. ഹല്ലേലൂയ. നമ്മൾ ഒന്നിൽ തൃപ്തിപ്പെടാൻ നോക്കുമ്പോ ഹല്ലേലൂയ ആ വീടെന്തെയും വർധന ഉണ്ടാവും. ഒന്നിൽ നിന്നും ഇന്ന് ഒരു വീടുള്ളവർക്ക് 2 വീടായി മാറാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൽ തൃപ്തിപ്പെട്ടത് കൊണ്ടാ ദൈവം നിങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്നും 2 വീടായി മാറുന്നത്. കരമടിച്ചെന്ന് സ്വീകരിച്ചോ. ഏതോ വീടൊക്കെ വരുന്നുണ്ട്, ഏതോ വീടൂടെ കയറി വരുന്നുണ്ട്. ഒരു വീടുള്ളവർക്ക് ഒരു വീടൂടെ വന്ന് വീഴുന്നുണ്ട്. അത് ദൈവം തരുന്നതാ. ദൈവമാ. നമ്മൾ ഒന്നിലല്ല, ഒന്നിൽ തൃപ്തിപ്പെടുമ്പോ ദൈവം ഒന്നുകൂടെ. ഇപ്പൊ തലമുറ വിഷയം, തലമുറ. ഒരു കുഞ്ചലറി ഒരു കുഞ്ഞു മതി. അല്ല ചിലര് കർത്താവേ നിന്റെ നാമത്തിന് വേണ്ടി വേണം. അപ്പോൾ ഒരു 5-6 വരും. പ്രൈസ് ദി ഹല്ലേലൂയ. തലമുറയുടെ കാര്യത്തിലും നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ മേലെ അനുഗ്രഹത്തിന്റെ വർധനയായി മാറുന്നുണ്ട്. തലമുറകളെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തക്കവണ്ണം, നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി. അതാ പറഞ്ഞത്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്. യേശു പറഞ്ഞു ഞങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് യേശു ചോദിച്ചു അവനവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചു. അതിനൊരു കണക്കുണ്ട്. 7 എന്നവർ പറഞ്ഞു. എത്ര അപ്പമുണ്ട്? 7 അപ്പമുണ്ട്. ആ പറഞ്ഞപ്പോ അവൻ പുരുഷാരത്തോട്, ശരി 7 അപ്പമുണ്ടല്ലോ, എല്ലാവരോടും നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. യേശു പറഞ്ഞു എല്ലാവരും വെച്ച് നിലത്തിരിക്കും, ഇനി ചേറിലിരുന്നാൽ മതി. നിലത്തിരുന്ന് ആരാധിച്ച അടിപൊളിയായിരിക്കും. പണ്ടത്തെ ആരാധനയൊക്കെ നിലത്തിരുന്നാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇരുന്ന് ഭക്ഷിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പണ്ടൊക്കെ നമ്മൾ എന്തിനും നല്ല ചമണമൊക്കെ പൂട്ടി ഇരുന്ന് ഇലയൊക്കെ വെട്ടിയിട്ട് തരും. അതുകൊണ്ട് എല്ലാവരും പുൽമേടുകളിൽ, അങ്ങനെ മരുഭൂമിയിൽ പുൽമേടൊന്നുമില്ല, മണലിന്റെ അടുത്ത് അല്ലേല മണൽത്തരികൾ മേൽ ഇരുന്നു എല്ലാവരും ഇരുത്താൻ പറഞ്ഞു, കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്തു, യേശുവിന്റെ കയ്യിലോട്ട് കൊടുത്തു. അമ്മേ, ഒരാളെ കയ്യിൽ 7 അപ്പം മാത്രമേ ഉള്ളൂ. അപ്പം എടുത്തു യേശുവിന്റെ കയ്യിൽ കൊടുത്തു. 7 അപ്പം എന്ന് പറയുന്നത് നീ യേശുവിന്റെ കയ്യിൽ കൊടുക്കണം. നിന്റെ കയ്യിലുള്ളത് 7 എന്നുള്ളത് ഒരു പൂർണ്ണസംഖ്യയാണ്. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹത്തെ ഉള്ളതിനെ 7 ആയിരിക്കാം, ചിലപ്പോൾ 7 രൂപ ഉള്ളൂ. ഇതാ 7 ലക്ഷമായി മാറാൻ പോകുകയാണ്. 7 രൂപ 7 ലക്ഷമായി മാറാൻ പോകുകയാണ്. അത് യേശുവിന്റെ കയ്യിലേക്ക് കൊട്. നിന്റെ കയ്യിൽ ഉള്ളതിന് യേശുവിന്റെ കയ്യിലേക്ക് ഒന്ന് കൊട്. ആ 7 അപ്പം എടുത്തു, സ്തോത്രം ചെയ്തു, നുറുക്കി
ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പാൻ കൊടുത്തു. അപ്പോൾ സ്തോത്രം പറഞ്ഞു. ഞുറുക്കേണ്ടവർ നുറുക്കണം. എല്ലാവരും കയറി നുറുക്കരുത്. എല്ലാവർക്കും കയറി നുറുക്കാൻ അനുവാദമില്ല. സഭയിൽ കയറി എല്ലാവർക്കും നുറുക്കാൻ അനുവാദം ഉണ്ടോ? ഇല്ല. വിളമ്പാനും അനുവാദം ഉണ്ടോ? വിളമ്പേണ്ടവർ മാത്രമേ വിളമ്പാവൂ. എല്ലാവർക്കും കയറി വിളമ്പാൻ സഭയിൽ പറ്റൂല. കാണുമ്പോൾ പറയും ഞാൻ വിളമ്പാ, എനിക്ക് അത് കാണാം, ഇത് വിളമ്പാ. ഇല്ല, വിളമ്പേണ്ടവർ തന്നെ എടുക്കണം. ദൈവം ഏൽപ്പിച്ചവർ മാത്രമേ വിളമ്പാവൂ. ശിഷ്യന്മാരെ കൈ കൊടുത്തിട്ട് അല്ല, കഴിക്കാൻ വന്നവരുടെ കയ്യിലല്ല കൊടുത്തത്. ഇന്ന് നിന്റെ കയ്യിലേക്ക് ദൈവം തരുമ്പോ ചിരിച്ചും കൊണ്ട് വാങ്ങണം. നീ ദൈവത്തിന്റെ വേല വിശ്വാസത്തോടെ നിൽക്കണം. നല്ല മനസ്സുള്ളവന്റെ കയ്യിൽ മാത്രമേ വിളമ്പാൻ കൊടുക്കൂ. നല്ല ഹൃദയമുള്ളവന്റെ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഉള്ളത്തിന് മാത്രമേ വിളമ്പത്തുള്ളൂ. യേശു ആഗ്രഹിച്ച തന്റെ ശിഷ്യന്മാരുടെ കയ്യില, അല്ല അവിടെ നിന്ന് 4000 പുരുഷന്മാരെ വിളിച്ചില്ല. ഹല്ലേലൂയ. വിളമ്പുവാൻ നിയോഗമുള്ളവർ മാത്രമേ വിളമ്പാവൂ. സഭ എന്ന് പറയുന്നത് ദൈവമക്കളാണ്. പാസ്റ്ററല്ല, നിങ്ങളാണ് സമ്പന്നർ. ആ നിലവാരത്തിലേക്ക് ദൈവം മാറ്റുമ്പോ ദൈവത്തോട് അങ്ങ് ചേർന്നിരിക്കണം. ശിഷ്യന്മാര് ആമെ പറഞ്ഞതുപോലെ നിന്നു. അവിടെ പിറുപിറുത്തില്ല. അപ്പ എവിടെ നിന്ന് വരുന്നു, ഇത്രയും പേർക്ക് എവിടെ നിന്ന് ചോദിച്ചതേ ഉള്ളൂ. പക്ഷെ വിളമ്പാൻ കൊടുത്തപ്പോ ഈ അപ്പ എവിടെ നിന്ന് കൊണ്ടുവന്നെന്ന് ചോദിച്ചില്ല. 7 അപ്പം എടുത്ത് യേശുവിന്റെ കൈ കൊടുത്തിട്ട് ദൈവം പ്രാർത്ഥിച്ചു ഞുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോ ചോദിച്ചില്ല. നമ്മളാണെങ്കിൽ ചോദിക്കും, ഇതെന്തൊരു മാജിക്ക്, ഇത് നേരത്തെയൊക്കെ നമ്മളറിയാതെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലേ, ഞങ്ങളെ പറ്റിക്കാൻ നോക്കണല്ലേ. നമ്മൾ കിണ്ടി നോക്ക് ചോറിനകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നു. പ്രൈസലോ, ഹല്ലേലൂയ. ഇവിടെ കിണ്ടിയൊന്നും നോക്കിയില്ല. ഹല്ലേലൂയ. യേശു എവിടെ നിന്ന് കൊണ്ടൊന്നും ചോദിച്ചില്ല. കാര്യം യേശുവിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കറിയാം യവ അത്ഭുതങ്ങളുടെ ദൈവമാണ്, സർവശക്തനാണ്. നീ നിൽക്കുന്ന സ്ഥലം മറക്കരുത്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ യേശുവിന്റെ കൂടെ നിൽക്കുന്നവർ മനസ്സിലാക്കണം, ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. നീ അത്ഭുതത്തിന്റെ ദൈവമാകുമ്പോ നീ അത്ഭുതം കാണും. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ കയ്യിൽ വിളമ്പാൻ തന്നാൽ നീ പറയണം, അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന്. നിന്റെ കുടുംബത്തിൽ കിട്ടാത്ത, നിന്റെ സഹോദരങ്ങൾക്ക് കിട്ടാത്ത, നിന്റെ മക്കൾക്ക് കിട്ടാത്തത്, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യം നിനക്ക് കിട്ടിയിട്ട് ഭാഗ്യമാണ്. വിളമ്പം മനുഷ്യൻ നോക്കും പുറമെ, എല്ലാവരുടെ കയ്യിലും വിളമ്പാൻ കൊടുക്കത്തില്ല. നീ ദൈവത്തിന്റെ സ്ഥലം, ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യും. ഇതാരൊക്കെ പോകും? ഇന്ന് ആരൊക്കെ എടുക്കണമെന്ന് കാണാം. ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പോകുന്നു. ശിഷ്യഗണത്തിന്റെ കയ്യിലും ശിഷ്യന്മാരുടെ കയ്യിലും വിളമ്പാൻ വേണ്ടി ട്രാറ്റ് കൊടുക്കുകയാണ്. തന്നതല്ല, ഇത് വിളമ്പാനാ തരുന്നത്. എന്റെ വചനമായിട്ട് നിങ്ങൾ ഭൂമിയുടെ അങ്ങറ്റത്തോളം പോണം. നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇതിനടുത്ത് കൊടുക്കണം, വിളമ്പണം. ബസ്സേറാ നിൽക്കുമ്പോൾ ഇത് നിങ്ങളെ പേശുന്നത് എപ്പോഴും നിങ്ങളെ ബാഗിനകത്ത് കാണണം. മുറിഞ്ഞ പാലത്തോട് സ്റ്റാർട്ടാൻ പോകുകയാണ്. നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വിളമ്പൽ ആരംഭിക്കുകയാണ്. വിളമ്പുന്നവന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ. വിളമ്പാൻ തന്നാൽ വെട്ടുകാടൊക്കെ നിന്ന് കൊടുക്കണം. പക്ഷെ ദൈവം തരുന്നതിന് അനുഗ്രഹം അപ്പത്തെ നീ കളയാതെ വളരെ നീറ്റായിട്ട് കഴിച്ചു പോകണം. കളഞ്ഞാൽ നീ കണക്ക് പറയേണ്ടി വരും. നീ കളഞ്ഞാൽ നിന്റെ അനുഗ്രഹം എവിടെ പോകും? അത് കണക്ക് പറയേണ്ടി വരും. ആരുടെ മുമ്പില്? ദൈവത്തിന്റെ മുമ്പില്. അതാ പറയുന്നത്, നീ വിതയ്ക്കുന്നനുസരിച്ച് നീ വിതയ്ക്കും, ഞാനും നിങ്ങൾ വിതയ്ക്കുന്നനുസരിച്ച്. നമ്മളിപ്പോ ഒരുപോലെ വിതയ്ക്കുന്നനുസരിച്ച് ന്യായാസനത്തിന്റെ മുമ്പേ ഞാനും നിങ്ങൾ നിൽക്കുന്ന ഒരു ദിവസം വരും. അന്ന് യേശു ന്യായാസനത്തിന്റെ മുമ്പിൽ ശിക്ഷ നടത്തുന്ന ദൈവമായിരിക്കും. ഞാനും കൈകെട്ടി നിൽക്കും, ഈ കേൾക്കുന്ന നിങ്ങൾ കൈകെട്ടി നിൽക്കും. അവനവന്റെ വിതയ്ക്കുന്നനുസരിച്ച് പ്രതിഫലം ആര് തരും? ദൈവം തരും. മറക്കരുത്, പ്രതിഫലം വായിക്കുന്ന ഒരു ദിവസമുണ്ട്. അതോടെ ഇന്ന് ഉറങ്ങിയും തൂങ്ങിയും വിളമ്പുമ്പോ ഹല്ലേലൂയ വേറെ രീതിയിൽ കണ്ണുരുട്ടി പേടിപ്പിച്ച് കൊടുക്കരുത്.
പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ നിന്റെ കയ്യിൽ നുറുക്കി തരുന്ന അപ്പത്തെ നീ സന്തോഷത്തോടെ ചിരിച്ചും കൊണ്ട് എല്ലാം അത് കൊടുക്കുമെങ്കിൽ നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. അപ്പത്തെ വർദ്ധിച്ചതുപോലെ നിന്റെ ജീവിതം വർദ്ധിക്കാൻ പോകുകയാണ്. ഒരു അപ്പത്തിന് വർധനമുണ്ടായോ? വർദ്ധിച്ച അപ്പം നിന്റെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ജീവിതത്തിൽ ബ്ലോക്ക് ചെയ്തത്, ജീവിതത്തിൽ അടഞ്ഞു പോയ മേഖലകളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റവന ശംദല പൗഡപരാജപദീന രഗനെ. അവർ പുരുഷാരത്തിന് വിളമ്പി. അത് കഴിഞ്ഞിട്ട് ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതവൻ അനുഗ്രഹിച്ചിട്ട് വിളമാദ്യം അപ്പം കൊടുത്തു. നുറുക്കി വിളമ്പി ശിഷ്യന്മാരോട് അപ്പം വിളമ്പി. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതും അവൻ അനുഗ്രഹിച്ചു വിളമ്പാൻ പറഞ്ഞു. അവൻ അത് തിന്നു തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചു. തിന്ന് ഈ 4000 പുരുഷന്മാർ തിന്നിട്ട് എത്ര വട്ടി നിറച്ചു? 7 വട്ടി നിറച്ചെടുത്തു. അവർ ഏകദേശം 4000 പേർ ഉണ്ടായിരുന്നു. 7 അപ്പം കൊണ്ട് എത്ര പേർ തിന്നു? 7 അപ്പം കൊണ്ട് 7 അപ്പം എടുത്തു. എത്ര പേർ കഴിച്ചു? ഹല്ലേലൂയ, 4000 പേർ കഴിച്ചു. എന്നിട്ട് എത്ര കൂട്ട ശേഷിച്ചു? 7 വട്ടി നിറച്ചു. ഹല്ലേലൂയ. 4000 പേരെ പരിപോഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ജനതയെ, ഈ ഇത്ര കോടി എന്ന് പറഞ്ഞ ജനത്തെ പോഷിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ പോറ്റുവാൻ, നിന്റെ ജീവിതകാലം വരെ പോറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭർത്താവ് പറയും, അല്ലെ കാമുകൻ പറയും, എനിക്ക് നിന്നെ വേണ്ട. ഒരു ദിവസം ഒരു സംഭവം നടന്നു. ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അങ്ങനെ കുടുംബമായിട്ട് ജീവിച്ചപ്പോൾ ഈ സഹോദരി വേറൊരാളുമായിട്ട് ബന്ധമുണ്ടായി. അപ്പോൾ ഭർത്താവ് നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല നോക്കുന്നു, ഒരു കുറവില്ല, ഒരു കുറവ് വരുത്തുന്നില്ല. അപ്പോൾ ഭർത്താവിൽ നിന്നുള്ളൊരു ഈ ഭർത്താവ് എനിക്ക് വേണ്ട, വേറെ ഭർത്താവ് വന്ന് പോയി. ശരി, ഈ വ്യക്തി എന്ത് ചെയ്തു? കൊണ്ടുപോയി ഈ ചില സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ലോകത്ത് ഇത്രയൊക്കെ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ, ഓക്കെ മനസ്സിലാക്കി വാങ്ങി നിങ്ങൾ എടുത്തോളൂ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നേരെ കൊണ്ട് വിട്ടിട്ട് അങ്ങ് പോയി. അങ്ങനെ വിയർക്കുകയാണ്. അപ്പോൾ ഭർത്താവ് കണ്ടു, ബാ പോയെല്ലാം കഴിഞ്ഞല്ലോ, ബാ. അത് നല്ലൊരാളായോണ്ട് വിളിച്ചു. ഇന്ന് വിളിക്കാതെ എത്രയെണ്ണം തേരാപാര കടന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ട് എത്രയെണ്ണം വീട്ടിൽ പോലും കയറാൻ കഴിയാതെ, തേരാപ്പാര വീട്ടിൽ പോലും കയറ്റാതെ നടക്കുന്ന അവസ്ഥ ഉണ്ട്. ഹല്ലേലൂയ. മറക്കരുത്, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞുറുക്കുന്ന അപ്പ കഷ്ണങ്ങൾ യേശുവിന്റെ ശരീരവും നമ്മൾ കുടിക്കുന്നത് യേശുവിന്റെ രക്തമായിരിക്കണം. തിരുവത്താഴത്തിലോട്ട് വരുമ്പോൾ ഞുറുക്കുന്ന അപ്പ ഏതാ? യേശുവിന്റെ ശരീരം. യേശുവിനെ ഭക്ഷിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയാണ്. യേശുവിന്റെ രക്തം കുടിക്കുമ്പോൾ നമുക്കൊരു തൃപ്തിയാണ്. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നമ്മുടെ ജീവിതത്തിന് മാറ്റം വരും. ഹല്ലേലൂയ. ഇതാ എത്ര പേർ തിന്നു? ഏകദേശം ഹല്ലേലൂയ അവർ കഴിച്ചത് ഹല്ലേലൂയ വലിയൊരു കൂട്ടം ജനം, വലിയൊരു ജനം. ഹല്ലേലൂയ. 7000 പേർ, ഏകദേശം 4000 പേർ ആയിരുന്നുവെങ്കിലും അവർ ഹല്ലേലൂയ തിന്ന് ശേഷിച്ചിട്ട് കുട്ടകൾ 7000 ശേഷിച്ചു. 7 വട്ടി നിറച്ചു, 7 വട്ടി ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങ് തിന്നത് പോയിട്ട്, എന്നാൽ അവൻ അവരെ പറഞ്ഞയച്ചു. ഇതെല്ലാം ഭക്ഷണം എല്ലാം കൊടുത്തു, ശേഷിപ്പം വരുത്തിയിട്ട് പറഞ്ഞയച്ചോളൂ. എല്ലാവരും ഭക്ഷിച്ചു. ശരി, ഓക്കെ, നിങ്ങൾ വീടുകളിൽ പോയി, ദൈവം തരേണ്ട എല്ലാം തന്നു കഴിഞ്ഞു. ഇനി നിങ്ങളെ വിടുതലൊക്കെ അവിടെ ചെല്ലുമ്പോൾ കാണും. എല്ലാവരും തൃപ്തിപ്പെടുത്തിയിട്ട് ദൈവം പറഞ്ഞയക്കുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ 7 വട്ടി ശേഷിച്ചു. അനുഗ്രഹം ഇനിയും ശേഷിക്കുന്നുണ്ട്, ഇനിയും ശേഷിപ്പ് 7 കുട്ട കാണുന്നുണ്ട്. എന്നാൽ അവരെല്ലാം പറഞ്ഞിട്ട് അംശങ്ങളിൽ എത്തിയിട്ട് അനന്തര പരീക്ഷമാർ അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരുടെ കൂടെ പടക് കയറി ദൽമനൂദ അംശങ്ങളിലെത്തി. അനന്തരം പരീക്ഷന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് ഒരടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു തുടങ്ങി. അവൻ ആത്മാവിൽ ഞെരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
അവരെ വിട്ട് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. ആ, അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു. അവിടെയാണ് അക്കരയ്ക്ക് പോയ സമയത്ത് അപ്പം കൊണ്ടുവരാൻ മറന്നു. ചിലർക്ക് മറവിയുണ്ട്. ഇടയ്ക്കിടെ കഴിച്ചിട്ട് ശേഷിപ്പ് ശേഷിപ്പാർക്കാ വിളമ്പിയവർക്കാ ശേഷിപ്പ് കൊണ്ടേ പോകാവൂ. ശേഷിപ്പുണ്ട്. വിളമ്പി കഴിയുമ്പോൾ ശേഷിപ്പ് പക്ഷേ എടുക്കാൻ മറന്നുപോയി. നമ്മുടെ ഒരു കുഴപ്പമാണല്ലോ, പലതും എടുക്കാൻ മറന്നുപോകും. മറന്നുപോയി. വായിച്ചോ. അപ്പം എടുക്കാൻ മറന്നുപോയി. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പടകില് ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 7 കൊട്ടേന്ന് ഒരു അപ്പം മാത്രം 7 കൊട്ട അവിടെ വെച്ചിട്ട് വന്നു. അവരെടുത്തില്ല. അവൻ അവരോട് നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും. ഇനിയാണ് ചരിത്രം മാറാൻ പോകുന്നത്. അവനോട് നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിന്റെ പുളിച്ച മാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. നീ വായിക്കുമ്പോൾ എനിക്ക് കുറച്ച് ഉത്സാഹം പകരുകയാണ്. അതാണ് കേട്ടോ. അല്ലെങ്കിൽ അവ എടുത്ത മകൻ നമ്മൾ രണ്ടുപേരാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ അവരോട് നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ച മാവും ഹെരോദാവിന്റെ പുളിച്ച മാവും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പമില്ലായികയാൽ എന്നവർ തമ്മിൽ ഈ അപ്പം തിന്ന് ശേഷിച്ച് കർത്താവിന്റെ കൂടെ ഇരുന്ന് ലാളിച്ച് മറന്നിട്ട് ഇപ്പൊ വിശന്നപ്പോ ഒരപ്പം ഇപ്പം തമ്മിൽ പുറൂറുപ്പുടങ്ങി. ഇന്നലെ തിന്നത് മറന്നു, ഇന്നലെ കുടിച്ചത് മറന്നു, ഇന്നലെ കടിച്ച കാല് മറന്നു, ഇപ്പം പുറവുറുപ്പ് തുടങ്ങി. കാര്യം എന്താണ്? വിശപ്പ് വന്നപ്പോ എടുക്കേണ്ട അപ്പം എടുത്തില്ല, ഒരപ്പം എടുത്തു. ഇതാ ദൈവത്തിന് പുറവുറുക്കുന്നുണ്ട്, ഇതാ പുറവുറുക്കുന്നുണ്ട്. അവർ പരസ്പരം തമ്മിൽ പറഞ്ഞു. അത് യേശു അത് അറിഞ്ഞു. അവരോട് പറഞ്ഞു. നോക്കിയോ, നിങ്ങൾ തമ്മിൽ പറയുന്ന കാര്യം ആരറിഞ്ഞു? ഈ പറയുന്നവരോട് പറയാ. നിങ്ങൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ ആരറിയുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ഇത് കാണുന്നുണ്ട്. വെളിയിൽ അകത്തും പുറത്തും വ്യാപരിക്കുന്ന ദൈവ സന്നിധിയിൽ പരസ്പരം സംസാരിക്കുന്നത് ഇത് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. പക്ഷെ പരസ്പരം സംസാരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന് എതിരായിട്ട് സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സ്, ഹൃദയത്തെ ആര് കാണും? ദൈവം കാണുന്നു. ഹൃദയം കാണുന്നു. അവർ തമ്മിൽ പറഞ്ഞു. യേശു അറിഞ്ഞു. നിങ്ങൾ തമ്മിൽ പറയുന്ന കാര്യം ആരറിയും? യേശു അറിയും. അതുകൊണ്ട് യേശു അറിയുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. യേശു കൃത്യമായിട്ട് അറിയും. ഇന്ന് പറയുന്ന കാര്യം ആരറിയും? യേശു അറിയും. അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് നമ്മളെ ഉള്ള വില കളയണത്? നമ്മളെ സഭാരാധന മുടങ്ങി നാളെ പള്ളിയിലും വരാൻ പറ്റൂല, പാസ്റ്റർ ചോദിക്കും. അതുകൊണ്ട് എന്തിനാണ് പറയാൻ പോണത്? നമ്മൾ പറയണ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ പാസ്റ്റർ അറിയും, പക്ഷെ ദൈവം അപ്പോഴറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് മനസ്സിലാകുന്ന സ്തോത്രം. അതാ പറഞ്ഞു. യേശു പറഞ്ഞു, അപ്പമില്ലായ്ക. ഇവര് പറഞ്ഞത് വേറെ ഒന്നുമല്ല, അപ്പമില്ലായ്ക. നിങ്ങൾ തമ്മിൽ പറയുന്ന എന്ത്? ഇവിടെ പറഞ്ഞത് വേറെ കുറ്റമല്ല. അപ്പം എടുക്കാത്തതുകൊണ്ട് ഒരുത്തരം പറയും, എടോ ദുഷ്ട, നീ അപ്പം എടുത്തില്ല, നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, നീ എടുക്കും ഞാൻ വിചാരിച്ചു, അവൻ വിചാരിച്ചു ഞാൻ എടുക്കുമെന്ന്, ഞാൻ വിചാരിച്ചു അവൻ എടുക്കുമെന്ന്. ഇപ്പം എല്ലാവരും അങ്ങോട്ട് പറയാ, എടി നീ എടുക്കുമെന്ന് നീ വിചാരിച്ചു, എടി നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് എല്ലാവരും അങ്ങനെയാ, എടി നീ വളമ്പുമെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ എടുക്കുമെന്ന്. ഇന്ന് അങ്ങനെ പരസ്പര ശിഷ്യന്മാര് അങ്കലാപ്പിൽ കിടക്കുക. മനസ്സിലായോ? ഞാൻ എടുക്കുമെന്ന് ആര് വിചാരിച്ചു? എൻ്റെ കൂടെയുള്ളവർ വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച ആരാണ്? എൻ്റെ കൂടെ അയക്കുന്ന എടുക്കുന്നത്. ഇതിപ്പം പറഞ്ഞവരാരും എടുത്തില്ല. ഈ വിവരം, ഈ കാരണം പരസ്പരം പഴിചാരുന്നത് ഒരുത്തൻ്റെ തലയിൽ മറ്റൊരുത്ത വെച്ച് കെട്ടുകയാണ്. അവൻ്റെ തല കാര്യങ്ങൾ ഇവൻ്റെ തലയിൽ. നമ്മൾ മിടുക്കികളാണ് അല്ലേ? ആരോപണങ്ങൾ തലയിൽ കയറ്റി വയ്ക്കാൻ മലയാളികൾ മിടുക്കരാണ് അല്ലേ? ഭയങ്കര മിടുക്കരാണ്. എന്നുവെച്ചാൽ നീ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ എടുക്കുമെന്ന് നീ പരസ്പരം വിചാരിച്ചു. പക്ഷെ ഇതാരറിഞ്ഞു? യേശു അറിയുന്നുണ്ട്. പരസ്പരം സംസാരിക്കുന്നത്, നിങ്ങൾ പരസ്പരം പഴിചാരുന്നത് യേശു അറിഞ്ഞു. ഹല്ലേലൂയ. തിരിച്ചറിയുന്നില്ലയോ? എന്നിട്ടാണ് വചനം പറയുന്നത്,
അപ്പമില്ലായകയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് ഇപ്പോൾ തിരിച്ചറിയുന്നില്ലയോ, ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നു. നോക്കിക്കോളാം, എടാ, അപ്പത്തെ ഉണ്ടാക്കിയവൻ, വർദ്ധിച്ചവൻ നിന്റെ അടുത്തിരിക്കുമ്പോ അത്ഭുതം കണ്ടവർ, വിടുതൽ കണ്ടവർ, വലിയ അത്ഭുതം കണ്ടവർ പറയുക, ഇന്ന് ഭൗതികത്തിലാ കണ്ണ്. ഇന്ന് കണ്ണ് എവിടെയാ? ആഹാരത്തിൽ. ഉണ്ടാക്കിയ യേശുവിലല്ല. നിന്റെ അടുത്ത് നിൽക്കുന്ന വർദ്ധിപ്പിച്ച മർമ്മത്തിലേക്ക് വരികയാണ്. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടിരിക്കുക. പിടിച്ചെടുക്കണം, അനുഗ്രഹം പിടിച്ചെടുക്കണം. യേശു അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ ഒരു അപ്പം മാത്രമേ ഉള്ളൂ, 7 വെട്ടി അപ്പം മരുഭൂമിയിൽ. നോക്കിയോണം. എന്നിട്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും, വായിച്ചോ, അതാണ് നമ്മുടെ കുറിവാക്യം, 18ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? ഓർക്കുന്നില്ലയോ? 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ അവനോട് പറഞ്ഞു. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്ന് അവർ അവനോട് പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞു. നോക്കിക്കോണം, ഇവിടെ പറഞ്ഞ ഹൃദയം കൊണ്ടിട്ട് നിങ്ങൾ കാണുന്നില്ല, ഗ്രഹിക്കുന്നില്ലയോ? കണ്ണുണ്ടായിട്ട് കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ല പറഞ്ഞിട്ട് 5000 പേർക്ക് 5 അപ്പവും 2 മീനും നുറുക്കി കൊടുത്തു. വായിക്കുമ്പോ യേശു പറയുക, ഇവിടെ 12 കുട്ടത്തിന് ശേഷിച്ചു. 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് 7 വട്ടി നിറച്ചു എന്ന് അവനോട് പറഞ്ഞു. പിന്നെ അവർ അവനോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കും. ഈ അത്ഭുതം കണ്ടിട്ടും 5000ഉം 4000ഉം അത്ഭുതം കൊണ്ട് 12 കുട്ടയും 7 കുട്ട വട്ടിയും അത്ഭുതം കണ്ടിട്ട് നിങ്ങൾ എന്നിട്ടും യേശുവിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. ഈ വചനം പറയുമ്പോ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ നിങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. വലിയ വിടുതൽ കണ്ട് 12ഉം 7 കണ്ടിട്ട് പകച്ചു നിൽക്കുന്നവരെ, അതാ യേശു ചോദിച്ചത്. കണ്ണുണ്ടായിട്ട് കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ലയോ? ഇന്ന് അപ്പമില്ലെങ്കിൽ അപ്പത്തെ സൃഷ്ടിച്ചവൻ, ഉണ്ടാവട്ടെ എന്ന് കൽപ്പിച്ചവൻ, സകലത്തിന്റെ സൃഷ്ടാവ് നിന്റെ അടുക്കൽ നിൽക്കുമ്പോ എന്തിനാ ടെൻഷൻ? നിന്റെ എന്തിനാ ടെൻഷൻ? നാളെ ഇന്നെന്ത് തിന്നും, നാളെ എന്ത് ഉടുക്കും എന്നുള്ള വിചാരപ്പെട്ട് മനസ്സ് തകർന്നിരിക്കാതെ നീ യേശുവിന്റെ മഹത്വത്തിലേക്കൊന്ന് നില്ല്. അതാ വചനം പറയുന്നത്. ഈ അത്ഭുതം കണ്ട ശിഷ്യന്മാരെ, നിങ്ങളുടെ പ്രയാസങ്ങൾ, ഇപ്പോൾ കാണുന്ന പ്രയാസങ്ങൾ എല്ലാം ദൈവം മാറ്റും. നമുക്ക് വലിയ വിഷയം നോക്കിക്കൊള്ളണം. നമുക്ക് വലിയ വിഷയത്തിന് വിടുതൽ കിട്ടിയിരിക്കുകയാണ്. അവസാനം ചെറിയൊരു നെഞ്ചുവേന വരെയാണ്, അതാണ് പിടിക്കുക. ഒരു വലിയൊരു ബോധക്കേട് വന്നപ്പോൾ അദ്ദേഹം പിടിപ്പിച്ചു, ഐസിക്കാത്ത പിടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പറയാണ്, ഇപ്പം ചെറിയൊരു നെഞ്ചുവേന വരെയാണ്. അപ്പോഴാണ് പറയണത്, അണ്ണാ ഞാൻ മിക്കവാറും ഇന്ന് തീരും, അതുകൊണ്ടൊരു വിൽപ്പത്രമൊക്കെ കൊണ്ടുവാ, മിക്കവാറും എനിക്ക് എന്തൊക്കെ തോന്നണം. പക്ഷെ ഇതിനെക്കാട്ടും വലിയ അത്ഭുതം കണ്ടവർ ചെറിയൊരു നെഞ്ചുവേന വന്നപ്പോൾ പറയുകയാണ്, ഇപ്പം തീരുമെന്ന്. അതാ പറയുന്നത്, വലിയ അത്ഭുതം കണ്ടിട്ട് ചെറിയൊരു തലവേദനയോ പനി വരുമ്പോഴാണോ? അല്ല, അത്ഭുതങ്ങളെ കണ്ടു നിൽക്കുന്ന അത്ഭുതത്തിന്റെ അടുത്താണ് നീ നിൽക്കുന്നത്. നീ ആരടുക്കലാണ് നിൽക്കുന്നത്? അത്ഭുതത്തിന്റെ അടുത്താണ്, യേശുവിന്റെ കൂടെ നിൽക്കുന്നത്. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇത് ഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ ചെറിയ പ്രശ്നത്തെ മാറ്റി വലിയ പ്രശ്നത്തെ മാറ്റി ചെറുതും വലുതും ഒരുപോലെ പരിഹരിക്കുന്ന ഒരു യേശുവിന്റെ അടുത്താണ് നീ നിൽക്കുന്നത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഗ്രഹിക്കണം. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ മറുപടി വരുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കണം, യേശു അത്ഭുതം ചെയ്യും. നിങ്ങളെ ഹൃദയത്തെ കഠിനമാക്കരുത്. അത്ഭുതത്തിന് വേണ്ടി ചെവികൾ അടച്ചു കളയരുത്. കണ്ണുകൾ മറച്ച് പിടിക്കല്ല്. നീ ഏത് അവസ്ഥയിലും പറയണം, എന്റെ യേശു ഞങ്ങളെ ഉയർത്തുമെന്ന്. ദൈവമക്കളെ, ബുദ്ധിമുട്ടിന്റെ നടുവിലും നിരാശയുടെ നടുവിലും ഇല്ലായ്മയുടെ നടുവിലും
പട്ടിയുടെ നടുവിൽ നമ്മൾ വന്നാലും ഇപ്പൊ ശിഷ്യന്മാർക്കില്ല, വിശപ്പിന്റെ സമയം. ആ സമയത്ത് പറയണം, എന്റെ കൂടെ ആരുണ്ട്? ഒരു യേശു ഉണ്ട് എന്ന് പറഞ്ഞ് ആമേ പറയുമ്പോ അടുത്ത നിന്റെ വട്ടിയിൽ അപ്പം നിറയാൻ പോകുകയാണ്. ഇത് പറയുമ്പോ അടുത്ത നിനക്ക് വേണ്ടി ഇതാ കുട്ടകൾ നിരക്കുന്നുണ്ട്. വർധനയുടെ വർധന വർധന വർധന. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളാണ്. നമ്മൾ ആശ്രയിക്കുന്നത് യേശു തരുന്ന അപ്പത്തിലല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആശ്രയം യേശു എന്ന അപ്പത്തിലാണോ? അല്ല, അപ്പം തരുന്ന യേശുവിലായിരിക്കണം. മറക്കരുത്, നമ്മുടെ ആശ്രയം ഭൗതികത്തിലല്ല, ആത്മീയത്തിലാണ്. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആമേ അത്ഭുതങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ആരുമില്ലെങ്കിൽ വടിയും കൊണ്ട് നടക്കും. രാത്രിയൊക്കെ പോകണമെങ്കിൽ ഞാൻ ഒരു വടിയും കൊണ്ട് നടക്കും. എന്തറിയുമോ, ഒരു വടിയും വീശി പോയി കഴിഞ്ഞാൽ ഇഴജന്തുക്കളെ അടിക്കാം, പട്ടികളെ അടിക്കാം. അല്ലേ, ഒരു വടിയും കൊണ്ട് നടന്ന് ഇഴജന്തുക്കളെ അടിക്കാം, പട്ടി. രാത്രി അതും 12-1 മണിക്ക് വല്ല സിനിമയൊക്കെ കണ്ടിട്ട് രാത്രി ഇങ്ങനെ നടക്കും. ഒറ്റയ്ക്കാണ് നടന്നത്. ബാക്കിൽ നോക്കും, വടിയും വീശും. വെട്ടോ നോക്കും, ഒറ്റയ്ക്കാ. കൂടെ കൂടെ എന്തെങ്കിലും വല്ല വിളിച്ച് പറയുകയും ചെയ്യും. വടിയും ഉണ്ട്. അതിനിപ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ചോദിച്ചാൽ പറഞ്ഞത് എന്താണ് പാസ്റ്റർ പറഞ്ഞതെന്ന് അന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ ചോദിച്ചാൽ രഹസ്യം പറഞ്ഞുതരാം. 2 ബാക്കിലോട്ടും പറയും. 2 കിലോമീറ്റർ നടക്കണം, വീട്ടിൽ എത്തണമെങ്കിൽ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വടിയും ഇല്ല, വെട്ടവും ഇല്ല, ഈ ഭൗതികം ഒന്നും വേണ്ട. യേശു ആണ് എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ യേശു ആണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ചുകൊണ്ട് നടക്കും. ഞാൻ ബാക്കിലോട്ട് തിരിയില്ല, പിച്ചും പായും വിളിച്ച് പറയുകയില്ല. കാര്യം എന്താണ്? എന്റെ കൈ പിടിച്ച അത്ഭുതത്തിന്റെ യേശുവാ. ധൈര്യമായിട്ട് എനിക്കറിയാം, എന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എന്നെ എത്തിക്കാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതല്, നിന്റെ ജീവിതത്തില് ഒരു മാറ്റം വരുന്നുണ്ട്. ദൈവം ഉയർത്തുക ചെയ്യോ. നീ ദൈവത്തെ അറിഞ്ഞോ, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും, അനുഗ്രഹത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കും. ഇന്ന് കണ്ട് ഇന്ന് തീരുന്ന ആമെ നഷ്ടപ്പെടുന്ന ഭൗതികത്തിലല്ല, ഇന്ന് കണ്ട് ഇന്ന് ജീർണിക്കുന്ന ആഹാരത്തിലല്ല, ഇന്ന് തിന്ന് നശിക്കുന്ന ആഹാരത്തിലല്ല, ഒരിക്കലും നശിച്ചു പോകാത്തതും നഷ്ടപ്പെടാത്തതുമായ ആമേ മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശു എന്റെ കൂടെ ഉള്ള കാലം അത് നഷ്ടപ്പെടത്തില്ല. എന്റെ ജീവിതം എന്നേക്കും എന്നെ ഉയരങ്ങളിലേക്ക്, എന്നെ കരം പിടിക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഞാൻ മാർഗദർശനം ചെയ്യും. മറക്കരുത്, ഹൃദയം കടുത്തിരിക്കുന്നു. കണ്ണുണ്ടായിട്ട് കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ലയോ? ഓർക്കുന്നില്ലയോ? ഇതാ സുവിശേഷം. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇടപെട്ടനായ സ്തോത്രം. ആഴങ്ങളിലേക്ക് ഇറങ്ങിയനായ സ്തോത്രം. ആത്മമണ്ഡലം തുറന്നനായ സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെയും മീഡിയയിലൂടെയും സകലവർക്കായ സ്തോത്രം. ഇന്ന് ആലയത്തിൽ വന്ന എല്ലാ ദൈവമക്കൾക്കായ സ്തോത്രം. കർത്താവേ, അവിടെ നിന്ന് ഇടപെട്ട വചനം ഇന്ന് ഹൃദയത്തിന്റെ മേൽ ഇടപെടുവാൻ, ഹൃദയങ്ങൾ ഇടപെടുവാൻ, ചെവികൾ ഇടപെടുവാൻ, കണ്ണിൽ ഇടപെടുവാൻ സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളുടെ അവസ്ഥ സകലതും മാറുവാൻ ഇത് കേട്ട് ഇന്നത്തെ വചനം നിന്റെ ഏത് രോഗമാണെങ്കിലും മാറും. ഏത് ക്യാൻസർ രോഗമായാലും യേശുവിന് മാറ്റാൻ കഴിയും. ഏത് രോഗത്തിന്റെ കെട്ട് പൊട്ടിക്കുവാനും യേശുവിന് കഴിയും. നീ വിശ്വസിക്ക്. ഏത് കടഭാരം മാറ്റുവാനും യേശുവിന് കഴിയും. നിന്റെ കുഞ്ഞുങ്ങളെ ഏത് മണ്ഡലത്തിൽ എത്തിക്കുവാനും യേശുവിന് കഴിയും. നീ ഗ്രഹിക്ക്. നിന്റെ കുടുംബത്തെ ദൈവമേ കൊട്. നിന്നെ തന്നെ സമർപ്പിക്ക്. യേശുവിന്റെ കൂടെ ജീവിക്കാം എന്ന് പറ. യേശുവിനോട് നിൽക്കാം എന്ന് പറ. ഇന്ന് യേശുവിനെ ജീവിക്കും. യേശുവിനെ സ്നേഹിക്ക്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു. God bless you. ആമേൻ.